പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുമില്ല. ആകെ പെട്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. ദേവബാലയാകട്ടെ നീക്കങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പടിപടിയായി കൊണ്ടുപോവുകയാണ്. ഈ കാര്യം തിരിച്ചടിയാവുകയാണ് അഭിഷേകിന്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ദേവരാജനെ ചെന്ന് കാണുന്ന ദേവബാല തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അഭിയെ ഇനി നമ്മൾ കൺട്രോൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവൻ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മളായിരിക്കും തീരുമാനിക്കുക. ആ കാര്യത്തിൽ ഇനി എനിക്ക് യാതൊരു പേടിയുമില്ല. അല്ല മോളെ, അവനെ എന്നും ഇങ്ങനെ തന്നെ കെടുത്തിയാൽ മതിയോ? മാറ്റങ്ങളൊക്കെ അവനും കൊണ്ടുവരണ്ടേ? അവൻ എണീറ്റ് നടക്കണ്ടേ? വേണ്ട, അവൻ എണീറ്റ് നടക്കണ്ട. നടന്നാൽ പ്രശ്നമുണ്ടാകുന്നത് നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് അവൻ ഇങ്ങനെ കെടുന്നാൽ മതി. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ അവൻ കെടുക്കണമെന്നാണോ പറയുന്നത്? അവൻ എന്നെ അംഗീകരിക്കുന്നത് വരെ, അതുവരെ ഇങ്ങനെ തന്നെ പോയാൽ മതി. അവൻ നിന്നെ അംഗീകരിച്ചില്ലെങ്കിലോ? അപ്പോൾ പിന്നെ അവൻ ആ ജീവിതം ഇങ്ങനെ തന്നെ ജീവിച്ച് അവസാനിക്കട്ടെ. ഇത് കേട്ടതിനെ തുടർന്ന് ദേവരാജനൊന്ന് ഞെട്ടുകയാണ്. അല്ല മോളെ, അച്ഛാ, ഇതേപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു പോവുകയാണ്. ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. ഇതേ സമയം മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടാവുകയാണ്. രാഹുൽ പുറത്തിറങ്ങുന്നു. ഡിവോഴ്സ് നൽകാം എന്നുള്ള തീരുമാനത്തിൽ അവനും ഓക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് തൽക്കാലത്തേക്ക് അവന് പുറത്തിറങ്ങാൻ പറ്റുന്നത്. പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥ ഉണ്ടാക്കണം. നീനയും അമ്മയും അതിന് എന്നെ സഹായിക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകുമെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. അറിയാമടാ, പക്ഷെ എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യമാണ് ഞങ്ങളെ വലയ്ക്കുന്നത്. അതൊക്കെ ശരിയാകും. നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നടത്തിയാൽ മതി. ശരി, എന്തായാലും ഇഷയുടെ നീക്കങ്ങൾക്ക് നമ്മൾ തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതോടെ പുതിയൊരു നീക്കം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ. എത്രയും പെട്ടെന്ന് റാം മോഹനെ ഇല്ലാതാക്കണം. റാം മോഹൻ ഇല്ലാതായാൽ അവളുടെ വാശി കുറയും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. നമ്മൾ അതുകൊണ്ട് ആ ഒരു നീക്കമാണ് മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഇത് കേട്ടതിനെ തുടർന്ന് സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ രാഹുലിന്. എന്നാൽ ഇതിനിടയിലാണ് ഇപ്പോൾ തൻ്റെ ചലനശേഷി ചെറുതായി അഭിഷേക് തിരിച്ചെടുക്കുന്നത്. പക്ഷേ ഈ കാര്യം ദേവബാല അറിയുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും എന്ന് മനസ്സിലാക്കുന്ന രാഹുൽ ഈ കാര്യം മറച്ചു വെക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.